നമസ്കാരം. കപ്പ നടാൻ കുഴിച്ച രൂപതാ ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തിയതാണ് ഇപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലെ ട്രെൻഡിംഗ് വാർത്ത. ഉത്തരേന്ത്യയിൽ മുസ്ലിം ആരാധനാലയങ്ങൾ തർക്കത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടിരിക്കവെയാണ് പാലായിലും വർഗീയ അസ്വസ്ഥതയ്ക്കിടയാക്കിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. പാലാ അരമനയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ മരിച്ചിനി കൃഷി നടത്താൻ നിലമൊരുക്കുന്നതിനിടെ 2 വിഗ്രഹങ്ങളും കല്ലുകളും കണ്ടെത്തുകയായിരുന്നു. ഇതോടെ വാർത്ത ഏറ്റുപിടിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള ഹിന്ദുത്വ സംഘടനകൾ രംഗത്തെത്തിയതോടെ വിവാദം ചൂടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ പാലാ സംഭവം ചർച്ചയാകുമ്പോൾ 3 പതിറ്റാണ്ട് മുമ്പത്തെ US-ലെ ശിവലിംഗ വിവാദം ഓർമ്മിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ. സാൻ ഫ്രാൻസിസ്കോയിൽ പൊതുസ്ഥലത്ത് പോലീസ് വെച്ച ബാരിക്കേഡ് ശിവലിംഗമായി കണ്ട് വിശ്വാസികൾ ആരാധിക്കുകയായിരുന്നു. UP-യിലെ അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർത്തതിന് പിന്നാലെ രൂപപ്പെട്ട വർഗീയ അന്തരീക്ഷത്തിനിടയിലാണ് 1993-ൽ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ഈ സംഭവം ഉണ്ടായത്. ഗോൾഡൻ ഗേറ്റ് പാർക്കിൽ ട്രാഫിക് നിയന്ത്രണങ്ങളുടെ ഭാഗമായി കോൺക്രീറ്റ് ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്നു. റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഈ കോൺക്രീറ്റ് ബ്ലോക്കിന്റെ ആകൃതി കണ്ട് ശിവലിംഗം എന്ന് കരുതി ഒരാൾ ആരാധിക്കുന്നു. അദ്ദേഹം പിന്നീട് തന്റെ സുഹൃത്തുക്കളോടും ഇക്കാര്യം പറയുന്നു. അവരും വന്ന് ശിവലിംഗം പൂജിക്കാൻ തുടങ്ങിയതോടെ പ്രദേശം പെട്ടെന്ന് ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാകാൻ തുടങ്ങുകയായിരുന്നു. പാർക്കിൽ മറ്റു നിരവധി കല്ലുകൾക്കൊപ്പമാണ് ഈ ബ്ലോക്കും വച്ചിരുന്നത്. വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ള ആളുകൾ ക്ഷേത്രം സന്ദർശിക്കാനും ആരാധന നടത്താനും തുടങ്ങി. പ്രാർത്ഥനകളും പൂക്കളും വഴിപാടുകളും അർപ്പിക്കുകയും അനുഗ്രഹം തേടി ശ്രീകോവിലിൽ പാലും തേനും ഒഴിക്കുകയും ചെയ്തു. മറ്റു ചിലർ കോൺക്രീറ്റ് ബ്ലോക്കിന് മുന്നിൽ ഓടക്കുഴൽ വായിക്കാനും ഹൈന്ദവ മന്ത്രങ്ങൾ ഉച്ചരിക്കുകയും ചെയ്തു. കൂടാതെ സ്ഥലം ക്ഷേത്രമായി മാറ്റണമെന്നായിരുന്നു നിരവധി പേരുടെ ആവശ്യം. ഇത് ആ സ്ഥലത്ത് വലിയ ഗതാഗത തടസ്സമാണ് സൃഷ്ടിച്ചത് പോലും. ട്രാഫിക് നിയന്ത്രണങ്ങളുടെ ഭാഗമായി സ്ഥാപിച്ച കോൺക്രീറ്റ് ബ്ലോക്കാണ് പുതിയ ഗതാഗത തടസ്സത്തിന് കാരണമെന്ന് കണ്ടെത്തിയ സാൻ ഫ്രാൻസിസ്കോയിലെ പോലീസ് അത് നീക്കം ചെയ്തു. കൂടാതെ അവിടേക്ക് പൂജിക്കാൻ വരുന്ന ഹിന്ദുക്കളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഈ കോൺക്രീറ്റ് കഷ്ണം ദൂരേക്ക് മാറ്റിയത്. ഇതോടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ് വാർത്ത. എന്തായാലും പാലാ അരമനയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തിയതോടെ വീണ്ടും ഈ സംഭവം വാർത്തകളിൽ നിറയുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് പാലാ അരമനയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കപ്പ കൃഷിക്കായി നിലമൊരുക്കുന്നതിനിടയിൽ ശിവലിംഗത്തിന്റെ രൂപസാദൃശ്യമുള്ള കല്ലുകൾ കണ്ടെത്തിയത്. ശിവലിംഗം കണ്ടെടുത്ത സ്ഥലത്ത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തണ്ടളത്ത് തേവർ എന്നറിയപ്പെടുന്ന ക്ഷേത്രവും ആരാധനയും നടന്നിരുന്നതായാണ് വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികളുടെ അവകാശവാദം.